സുമംഗലിനി ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ജോസേ ഒന്ന് വേഗം ശരിയാക്കിട്ട് വരൂ. കറണ്ട് ഇല്ലാണ്ട് മുത്തശ്ശി ഷേവ് ചെയ്യാൻ പോലും പറ്റില്ല. മേനൻ സാറ് കറണ്ടോണ്ട ഷേവ് ചെയ്യണേ. ആദ്യം നാട്ടുകാരുടെ കാര്യം, ഫസ്റ്റ് പ്രിഫറൻസ്. എന്നിട്ടേ മുല്ലശ്ശേരി മേനൻ സാറുള്ളൂ, ഈ ജോസുള്ളൂ. നാശം. കുട്ടി എന്തിനാ എന്നെ കുറിച്ച് നോണ പറയണേ? കുട്ടിയുടെ വീടായിട്ട് എനിക്ക് നല്ല ബന്ധാ. അതെന്തിനാ ഇല്ലാണ്ടാക്കണേ? മനസ്സിലായില്ല. മോര് വാങ്ങാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തൊക്കെ നുണയാ മേനോൻ സാറിനോട് പറഞ്ഞേ? ആയിരുന്നോ? കുട്ടിയെന്നല്ലേ പറഞ്ഞത്? ഓ, അത് ഞാൻ കുട്ടിയായിരിക്കുമ്പോഴല്ലേ. അതൊക്കെ ഓർത്ത് വെക്കാൻ പറ്റുമോ? കുട്ടിക്ക് എന്താ തലയ്ക്ക് സുഖയില്ലായ്മയുണ്ടോ? ചെറിയൊരു തലവേദന. തലയ്ക്ക് സ്ഥിരക്കുറവുണ്ടോന്ന് പ്രാന്ത്? ജോസേ, ഇയാൾ എന്തൊക്കെ പറയണു? എന്റെ അടുത്ത് വേണ്ട കളി. മനുഷ്യനെ കളിയാക്കലുണ്ടല്ലോ. മുല്ലശ്ശേരിയിലെ കുട്ടിയാണെന്ന് ഞാൻ ആലോചിക്കില്ല. ഓർമ്മ വെച്ചോ. നീ പൊടത്തണ്ടി. പിന്നെ എടുത്തോളാം. അറിയില്ലേ ഇവിടെ പിസൂരി അറിയില്ലേ? സുധാരനായന്റെ പെങ്ങള് ജോസിനെ വഞ്ചിച്ചു. പിസൂരി. ആ സാരില്ല, മറക്കുവാനേ കഴിച്ചു. ഇത്ര എളുപ്പം മനസ്സിൽ കൊണ്ടുവരുന്ന ആഗ്രഹ. അതിപ്പോ എനിക്കറിയാം. ഒരു 100 പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കേറ്. അപ്പൊ എന്റെ സൈക്കിളോ? അതവിടെ ഇരിക്കട്ടെ, ആരും കൊണ്ടുപോവില്ല. ജോസിനെ വേണ്ട, പിന്നെയാണ് ജോസിന്റെ സൈക്കിള്. കേറ് ജോസേ, പിടിച്ചിരുന്നോളണം. പള്ളി പറഞ്ഞാൽ ജോസ് സ്ത്രീകളെ തൊടില്ല. ഒരു ഗ്യാപ്പ് എപ്പോഴും ആവശ്യ. ഒരു ഒട്ടക സൂചിക്കോയിലൂടെ കടക്കാൻ ഇതിന് എത്രയോ എളുപ്പാ. ദേ കുഞ്ഞരാമേട്ടാ, നിങ്ങൾ നിങ്ങളുടെ പാടോക്കിപ്പോ എന്റെ പണി മെനക്കെടുത്ത് തന്നോണ്ടല്ലോ. ഒരു ഒറ്റ കുത്തൂര് ഞാൻ നേരത്തെ എത്തി. ഈ കോണക എന്റെ അമർത്ത് വരിക്കുന്നത് പറഞ്ഞിട്ടില്ല എന്നോട്? തീപ്പെട്ടി. ഗോപാൽട്ടാ, ഇന്ന് മൂപ്പർക്ക് എന്തോ അസ്കിത ഉണ്ടല്ലോ. അത് സാരല്ല, എന്തേലും ഉണ്ടാവും. അല്ലെങ്കിൽ ആ ചാത്തൂട്ടി ഉണ്ടാക്കും. അത്ര മിടുക്കനാ. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരവിനും വരുന്നതിനും കാര്യങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കണം. അടാവിടുന്ന കാര്യങ്ങൾ നടക്കും. ഗോപാലേട്ടന് ചായല്ലേ? ഒരു ചായ എനിക്ക് നല്ല കടുപ്പത്തില്. ഗോപാലേട്ടാ, ആ പെൺകുട്ടി മഹാപശക. ഒന്നല്ലെങ്കിൽ അതിന്റെ അഹങ്കാരം, അല്ലെങ്കിൽ വട്ട്. ആര് പറഞ്ഞോളാ? അതുപോലെ അച്ചടക്കമുള്ള കുട്ടിയാ. അത് വട്ടുമില്ല, ഒരു ചട്ടുമില്ല. ഇന്ന് കണ്ടപ്പോ അവള് പറയണു അന്ന് പറഞ്ഞൊന്നും ഓർമ്മയില്ല. ആരാത്? എനിക്ക് മനസ്സിലായില്ല. ഓ, നിങ്ങളൊക്കെ ഒരു തരമാണല്ലോ. ആ കാന്താരിമുളല്ലേ മേനോൻ സാറിന്റെ പേരക്കുട്ടി. എന്താണ് ഹിന്ദു? അതാണ്. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്റെ കേസ് നല്ല അസല് കേസാ. ഇനി വേറെ വല്ലതും കാണു ഉറപ്പിക്കണ്ടായോ? ഇയാളെന്നായി പറഞ്ഞേ? ഇയാള് പറയണത് ആ മിലിറ്ററിക്കാരന്റെ മോളുടെ കാര്യ. അതെന്തായി? അവർക്ക് സമ്മത. ഇനി കാര്യങ്ങൾ സംസാരിക്കാം, ഉറപ്പിക്കാം. ഒരൊറ്റ മോള്, 2 ഏക്കർ പറമ്പും വീടും, 1 ലക്ഷം രൂപ ബാങ്കില്, ആഭരണങ്ങളും. അവർ ജാതകം നോക്കി, കുഴപ്പമില്ലെന്നാ. നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ട് നോക്കാം. കുട്ടിയുടെ തലക്കുറി ഒന്ന് വിട്ടിട്ടുണ്ട്. എന്തു പറയുന്നു? അത് ഗോപാലേട്ടൻ ആലോചിക്കാൻ തീരുമാനിക്കാം.